സൂര്യൻ നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ നേരെ കടൽ ഭാഗമാണ് ഈ കാണുന്നത്. വേളാങ്കണ്ണി പള്ളിയാണ് നേരെ കാണുന്നത്, നേരെ പടിഞ്ഞാറ് വശത്ത് കാണുന്നത് ആൻഡോപ്പല്ലിശ്ശേരിയാണ്. ഞാനിപ്പോൾ ഈ കടലിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഒരു സന്ദേശം കൂടി ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് പ്രാന്താന്ന് തോന്നുന്നവർക്ക് തോന്നാം, ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്യാം, കുറ്റം പറയുന്നവർക്കും കുറ്റം പറയാം. എൻ്റെ ഒരു തമാശയാണ്. എല്ലാ കൊല്ലവും ഞാൻ ഈ വേളാങ്കണ്ണിയിൽ വരാറുണ്ട്, അതിൻ്റെ ഭാഗമാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ ഇത്തവണ പതിവായി നമ്മുടെ വേളാങ്കണ്ണിയിൽ വന്നിരിക്കുന്നത് എന്നെ പോലെയല്ല. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം സിനഡ് തീരുമാനിച്ച, നമ്മുടെ സഭ, സീറോ മലബാർ സഭ തീരുമാനിച്ച കുർബാന നടത്തപ്പെടുകയില്ല എന്നാണ്. ഒരു വിഭാഗം PFI ഏജൻ്റായി പ്രവർത്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഷൈജു ആൻ്റണിയും നമ്മുടെ വേലി തന്നെ വിളവ് നിന്ന ഭയങ്കര ചാണക്യനായ മാർ ജോസഫ് പാംപ്ലാനിയും കൂടി എറണാകുളം അതിരൂപതയെ നശിപ്പിക്കാൻ, അതിലൂടെ ആ സീറോ മലബാർ സഭയെ നശിപ്പിക്കുവാൻ അച്ചാരം വാങ്ങിയിരിക്കുകയാണ്. അത് PFI ബന്ധമാണെന്ന ഭാരതീയ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയായ ആൻഡ്രൂസ് പറഞ്ഞത്. അദ്ദേഹം അത് ഒരാളുടെയും പേര് പറഞ്ഞില്ല എങ്കിലും കാള പെറ്റു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കയറെടുത്തോണ്ട് ഓടി വന്ന് പത്രസമ്മേളനം നടത്തിയ സഹിക്കുവാൻ നമ്മുടെ സഭയെ നശിപ്പിക്കാൻ പാമ്പ്ലാനിയുടെ കോടാലി കഴിയായിരുന്നു. എല്ലാവരും ഇനി ഉണരണം. ഇനി വേറൊരു ചർച്ചയില്ല. അവനാണ് ഈ സഭയെ നാറ്റിക്കുന്നത്. എറണാകുളത്തെ രക്ഷപ്പെടുത്താൻ എല്ലാവരും മുന്നോട്ട് വരണം. ഞാൻ എറണാകുളത്തുകാരനാണ്, എറണാകുളത്തിൻ്റെ മണ്ണിൽ ജനിച്ചതാണ്. മാമൂൽ ആളവിടെ സഭയ്ക്ക് വേണ്ടി മാത്രമേ സംസാരിച്ച് ഒരു ലക്ഷ്യവും മറ്റില്ല. ഞാൻ ഈ കടലിൽ വന്ന് കുളിച്ചും കൊണ്ട് നമ്മുടെ വേളാങ്കണ്ണി മാതാവിനോട് ഈ തവണ പ്രാർത്ഥിക്കുന്നത്, സഭയെ ഈ വർഷം തന്നെ രക്ഷപ്പെടുത്തണം, ഇവിടെ എല്ലാവിധ പോറലുകളും മാറ്റിത്തരണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു ലാഭേച്ഛയില്ല. ആരെന്ത് പോരായ്മ ചൂണ്ടിക്കാണിച്ചാൽ എനിക്കൊരു പ്രശ്നമല്ല. എൻ്റെ പോരാട്ടം, നിലപാടിലുള്ള പോരാട്ടം തുടരും. എല്ലാവർക്കും ശുദ്ധീകരിക്കട്ടെ. നന്ദി. അന്ധകനായ മാർ ജോസഫ് പാംപ്ലാനി പിതാവും അദ്ദേഹത്തിൻ്റെ വെറും കോടാലി കൈയായ ഒരു മനുഷ്യമൃഗമായ നമ്മുടെ സഭയെ നശിപ്പിക്കുന്ന PFI ഏജൻ്റായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഘാതകനായ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യൻ്റെ കൂട്ടുകാരനായ ഷൈജു ആൻ്റണി നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയെ നശിപ്പിക്കാൻ കൊടും ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവൻ, വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയവൻ, കോടിക്കണക്കിന് രൂപ ഒരു പണിക്കും പോകാതെ നമ്മുടെ സഭയിൽ നിന്ന് മാർന്നു ജീവിക്കുന്നവനും അവൻ്റെ കുറേ ഇറ്റിക്കണ്ണികളും കൂടി നമ്മുടെ സഭയെ നശിപ്പിക്കും. വളരെ ബഹുമാനപ്പെട്ട നമ്മുടെ ആൻഡ്രൂസ് പിതാവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതോടുകൂടി നമ്മളെല്ലാവരും ഉണരണം. ആ ആൻഡ്രൂസ് പിതാവ് ഒരാളുടെയും പേര് പറഞ്ഞില്ല, പക്ഷേ കോഴി കട്ടവൻ തലയെ തപ്പുന്നു എന്ന് പറഞ്ഞതുപോലെ ആളെ പറ്റൂ എന്ന് കേട്ടപ്പോഴത്തേക്കും കയറെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ഷൈജു ആൻ്റണി വന്നിട്ട് ഞങ്ങളല്ല PFI ഏജൻ്റ് എന്ന് പറഞ്ഞു. അപ്പം തന്നെ അറിയാം എല്ലാവർക്കും നമ്മുടെ സഭയുടെ ഘാതകരാണ്. കോടിക്കണക്കിന് രൂപ കാശ് സമ്പാദിച്ച മനുഷ്യൻ ഒരു പണിക്കും പോകാം. എൻ്റെ മാതാവേ, എൻ്റെ വേളാങ്കണ്ണി മാതാവേ, എന്നെ കാക്കുന്ന വേളാങ്കണ്ണി മാതാവേ, അങ്ങ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ തീർച്ചയായിട്ടും എനിക്ക് നടത്തി കിട്ടും. നമ്മുടെ സഭയെ സംരക്ഷിക്കണം എന്നുള്ള ഒറ്റ, സീറോ മലബാർ സഭയെ സംരക്ഷിക്കണമേ എൻ്റെ വേളാങ്കണ്ണി മാതാവേ. ഈ തിരുസന്നിധിയിൽ നിന്ന്
വേളാങ്കണ്ണി മാതാവിൻ്റെ ബസലിക്ക പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സഭയെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.